ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ് ആൻ ഇൻട്രഡക്ഷൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഭരണഘടനയ്ക്കൊരു മുഖപുര. ആ പാഠത്തിൻ്റെ നോട്ട് സ്കൂളിൽ തന്നായിരുന്നോ കുഞ്ഞുങ്ങളെ? സ്കൂളിൽ പഠിപ്പിച്ച് തുടങ്ങിയോ? ഇതാണ് കണ്ടോ ഈ 9ാമത്തെ ചാപ്റ്റർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു 4 പിക്ചർ ഉണ്ട്, ഒരേപോലത്തെ 2 എണ്ണം കണ്ടോ? ഇത് കണ്ടോ? ഇതിനകത്തിൽ ഒബ്സർവ് ദ പിക്ചർ ഗിവൺ എബവ്, ഡ്രോ ആൻ ഇമോജി ഓൺ ദ പിക്ചർ ദാറ്റ് show desired behavior in the society. In which picture did you draw the emoji? Why? ഇവിടെ നമ്മളാണ്ട് ഈ ഇത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ നിങ്ങൾ അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളൊന്ന് നോക്കൂ. ഇതിൽ സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഇമോജി വരച്ച് ചേർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇമോജി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ ഇതിനകത്തിൽ അഭികാമ്യമായിട്ടുള്ളത് അത് ചിത്രം വരച്ച് കാണിക്കാനാണ്. ഇവിടെ ഏതൊക്കെ ചിത്രങ്ങളിലാണ് നിങ്ങൾ ഇമോജി വരച്ച് ചേർത്തത്, അത് എന്തുകൊണ്ടാണ് എന്നാണ്. ഫസ്റ്റ് നോക്കിക്കേ, ഒരു ബൈക്ക് നല്ല ഫുൾ സ്പീഡിൽ പോവുകയാണ് അല്ലേ? അത് നല്ലതാണോ? അല്ല. ഇത് നോക്കിയേ, ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെയാണ് ഇമോജി വരുന്നത് അല്ലേ? നോക്കിക്കേ, ഇത് ഹെൽമെറ്റും ഇല്ല, നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്ക്, ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഇതാണ്. അതുപോലെ നോക്കിക്കേ, ഹോസ്പിറ്റലോ എന്തോ ഒരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നല്ലേ? അവിടെ നോക്കിക്കേ നിൽക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നതാണ്. അത് അവർ നോക്കിക്കേ ക്യൂ പാലിച്ചാണ്, ഒരാൾക്ക് പുറകെ ഒന്നൊന്നായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് ഇതാണ് അല്ലേ? അപ്പം നിങ്ങൾ ഏതാണ് എന്ന് നോക്കിയിട്ട് അവിടെ തന്നെ ഈ ഇമോജി കൊടുക്കാനാണ് നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ അതേ ഉള്ളൂ നിങ്ങൾ, അതിനകത്ത് പഠിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തത് to enable peoples to live freely, peacefully and progressively in a society, it is essential to follow laws and rules. ഇവിടെ ഏതൊരു സമൂഹത്തിനും, അതൊന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ, ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഏതൊരു സമൂഹത്തിനും, അതാണ് ഈ വരിയുടെ അർത്ഥം കേട്ടോ. ഏതൊരു സമൂഹത്തിനും സുഗമമായും അതുപോലെ തന്നെ സ്വസ്ഥമായും ജീവിക്കുന്നതിന്, അതിനുള്ള പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. You may have already learned in your earlier classes that we follow certain rules in schools and public places. അതായത് നമ്മൾ വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ സ്കൂളിൽ ചെല്ലുന്നു അല്ലേ? സ്കൂളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും വഴിയിൽ വെച്ചൊരു ടീച്ചറിനെ കാണുവാണെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ അല്ലെ നമസ്തേ ടീച്ചർ എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ടോ? അതൊക്കെ ചെയ്യണം കേട്ടോ. അതൊക്കെ നല്ല പിള്ളേരുടെ ശീലങ്ങളാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ടീച്ചർ, അല്ലെങ്കിൽ നമസ്തേ ടീച്ചർ എന്ന് പറയണം. രാവിലെ നമ്മൾ ഫസ്റ്റ് ബെല്ല് അടിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഫസ്റ്റ് ബെല്ല് അടിക്കുമ്പോൾ തന്നെ കയറിയിരിക്കുന്നു. ആദ്യത്തെ പീരീഡ് ഇൻ്റർവെല്ല് വിടുമ്പോൾ നമുക്ക് ബാത്റൂമിലോ വല്ലതും പോകണമെങ്കിൽ പോയിട്ട് വരുന്നു അല്ലേ? അതിനു മുമ്പേ രാവിലെ പ്രെയറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം. രാവിലെ അല്ലേ 9:30 ആവുമ്പോൾ ബെല്ലടിക്കും, അന്നേരം പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നമുക്കറിയാം ഇല്ലേ? പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് 11:30 ഇൻ്റർവെല്ലുണ്ട് അല്ലെ, 12:30 ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആ ഓർഡർ അല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ കാര്യത്തിനും നിയമങ്ങളുണ്ട് അല്ലേ? ഓരോരോ റൂൾസുകളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അവേഴ്സ് ഈസ് എ കൺട്രി വിത്ത് എ വാസ്റ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ, ലാർജ് പോപ്പുലേഷൻസ് വെർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സെക്ഷൻസ് ലിവ് ടുഗദർ. ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സച്ച് എ ഡൈവേഴ്സ് കൺട്രി ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ഫോളോയിങ് സർട്ടൺ ലോസ്, റൂൾസ് ആൻഡ് സിസ്റ്റംസ്. സിമിലാരിറ്റി, most of the countries also have a unified documents based on fundamental principles that supported their existence and government. This is called constitutions. അപ്പോൾ അതിൻ്റെ തൊട്ട് ചുവന്ന ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും വാരി വലിച്ചെറിഞ്ഞ് പഠിക്കേണ്ട. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്താണ്, അല്ലെ ഭരണഘടന എന്നാൽ എന്താണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്കതാവും നിങ്ങളെ. നമ്മൾ ആദ്യമേ അത് തന്നെ അങ്ങ് പഠിക്കാൻ നോട്ടുകൊണ്ട് കേട്ടോ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്നാൽ എന്താണ്, ഫസ്റ്റ് നിങ്ങൾ അത് എഴുതിയെടുക്കണം കേട്ടോ. നമുക്ക് നോട്ട് നല്ലതുപോലെ എഴുതിയെടുക്കണം. ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററും കൂടെ ആണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസാണ് ഒതൻറ്റിക്, AUTHENTIC എന്ന് കേട്ടോ. ഒതൻറ്റിക് ഡോക്യുമെൻ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫണ്ടമെൻ്റൽ ലോസ്,
പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെൻറ് ഇൻ എ കൺട്രി. എല്ലാം വായിക്കാൻ പറ്റുന്ന വാക്കുകളല്ലേ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കേട്ടോ. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ, മറ്റേതിനകത്തിലൊന്നും വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും കാണുന്നില്ല. അതൊക്കെ ആണോ അല്ലയോ ഇല്ലയോ എന്നൊക്കെയുള്ള അതെന്തൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ മുതലാവും നിങ്ങൾ. എന്താണ് പാഠത്തിൻ്റെ പേര് തന്നെ എന്താണ്? ആൻ ഇൻട്രഡക്ഷൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലേ. ഭരണഘടനയ്ക്ക് ഒരു മുഖപുരാന്നാണ്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഒതൻറ്റിക് ഡോക്യുമെൻ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫണ്ടമെൻ്റൽ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെൻറ് ഇൻ എ കൺട്രി. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിലും പ്രവർത്തനത്തിലും, കേട്ടോ നോക്കണേ എന്തോത്തിലൊക്കെയാണെന്ന്, സംഘാടനത്തിലും പ്രവർത്തനത്തിലും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഫണ്ടമെൻ്റൽ ലോസ്, അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ്, പിന്നെ വ്യവസ്ഥകൾ, ഇവിടെ റൂൾസാണ് അല്ലേ, എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് കുഞ്ഞുങ്ങളെ ഭരണഘടന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത് നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണേ, എഴുതിയെടുത്ത് പഠിക്കണം. ഒന്ന്. അടുത്ത നമ്മൾ നോക്കിയേ ടീച്ചറും കുട്ടികളും കൂടെ ഒക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ലുക്ക് അറ്റ് ദ ഇൻ്റർവ്യൂ കണ്ടക്റ്റഡ് ബൈ ദ ചിൽഡ്രൻസ് ഓഫ് ദ പാലവിള UP സ്കൂൾ വിത്ത് എ സീനിയർ ലോയർ അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ ഓസ്പൈസസ് ഓഫ് ദി സോഷ്യൽ സയൻസ് ക്ലബ്ബ്. ഇത്രയേ ഉള്ളൂല്ലേ. പാലവിള UP സ്കൂളിലെ കുട്ടികൾ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മുതിർന്ന അഭിഭാഷകയുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം ഒന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു അഭിഭാഷക ലോയറാണ്, അവരൊരു ലോയറാണ്. ആ ലോയറുമായിട്ട് ഒരു അഭിമുഖമാണ് നമുക്കിവിടെ താഴെ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത് നോക്കിക്കേ. ഫസ്റ്റ് കുട്ടി എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത് നോക്കിയേ. ഫ്രം വേർ ഡു അവർ റൂൾസ് ഗെറ്റ് ആൾ ദീസ് പവേഴ്സ്. നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ എവിടെ അല്ലേ ലഭിച്ചത്? എവിടെ നിന്നാണ്? ഈ കൊച്ചു ചോദിച്ചത് എന്താണ്? വക്കീൽ വന്ന് നിൽക്കുകയല്ലേ ലോയർ. അപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഭരണകർത്താക്കളുണ്ടല്ലോ, ഇവർക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാ? അപ്പോൾ അടുത്ത ആൾ, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് വേർ ആർ ദേ റെക്കോർഡഡ്. ഈ പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് ഓരോ സിറ്റിസൺ എന്ന് വെച്ചാൽ ഓരോ പൗരന്മാരും കേട്ടോ, അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ എവിടെയാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്? വേർ ഈസ് ഇറ്റ് റിട്ടൺ അബൌട്ട് സിസ്റ്റം ഓഫ് സ്റ്റേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ ഭരണ സംവിധാനം എന്നാണ് കേട്ടോ. ഭരിക്കുക. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമാണ് എഴുതി വെച്ചിട്ടുള്ളത്, ഇത് എവിടെയാണ് എന്ന് ആ കുട്ടിയും ചോദിക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരു കുട്ടി കൂടെ ചോദിക്കുന്നുണ്ട്, വേർ ഈസ് ഇറ്റ് മെൻഷൻഡ് അബൌട്ട് ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഈ 4 കുട്ടികളും ചോദിക്കുന്ന ഇതൊക്കെ എവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഓരോ സിറ്റിസൺ, ഓരോ പൗരന്മാർക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മുടെ ഭരണ സംവിധാനം എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഓരോ ഭരണ സംവിധാനങ്ങളും എവിടെയാണ് അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഈ 4 കുട്ടികളും ചോദിക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല കേട്ടോ. ആ കുട്ടികൾ എന്തൊക്കെ ചോദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞേ ലോയർ പറഞ്ഞേ, ദ ആൻസർ ഫോർ ആൾ ദീസ് ക്വസ്റ്റ്യൻ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങൾ ഈ 4 പേരും ചോദിച്ച എല്ലാത്തിനും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഭരണഘടന. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നതിലാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ വാട്ട് ഐഡിയാസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻ്റർവ്യൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ നടത്തിയ അഭിമുഖത്തിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആശയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ നമ്മൾ അതും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പാലവിള UP സ്കൂളിലെ കുട്ടികൾ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകയുമായിട്ട് നടത്തിയ അഭിമുഖമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ അഭിമുഖത്തിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആശയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? മലയാളം നോക്കണേ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം. 2 ഗവൺമെൻറ്റിൻ്റെ ശാഖകളുടെ അധികാരങ്ങൾ. 3 ജനങ്ങളുടെ അവകാശങ്ങൾ. 4 ജനങ്ങളുടെ കടമകൾ എന്നതാണ്.
കേട്ടോ. ഇതിനകത്തിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്, ഈ അഭിമുഖത്തിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആശയങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. മലയാളത്തിൽ ആ 3 എഴുതണേ കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോക്കിയേ, ലുക്ക് അറ്റ് അത് മേളിൽ നിന്ന് വേണേ എഴുതാം അല്ലേ. ലുക്ക് അറ്റ് ദ ഇൻ്റർവ്യൂ കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് കൈമേളി മലയാളം എഴുതിയേക്കുന്ന പോലെ എഴുതാം. ലുക്ക് അറ്റ് ദ ഇൻ്റർവ്യൂ കണ്ടക്റ്റഡ് ബൈ ദ ചിൽഡ്രൻസ് ഓഫ് പാലവിള UP സ്കൂൾ. വാട്ട് ഐഡിയാസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻ്റർവ്യൂ. എന്താണ് പറഞ്ഞത്? ഒന്ന്, ദ സിസ്റ്റം ഓഫ് ഗവേൺസ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെൻറ് എന്നല്ല കേട്ടോ, ഗവേണൻസ്. ആ സ്പെല്ലിങ് നോക്കണേ, ചിലപ്പോൾ എല്ലാവരും GOV ഒക്കെ കണ്ട് ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് എന്നല്ല, ഗവർണൻസ് എന്നാണ് കേട്ടോ. ഗവേണൻസ് ഓഫ് ദ സ്റ്റേറ്റ്. പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെൻറ് കേട്ടോ. പിന്നെയോ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പീപ്പിൾ. എന്താ? ജനങ്ങളുടെ അവകാശങ്ങൾ, റൈറ്റ്സുകളും ഡ്യൂട്ടീസും, അവകാശങ്ങളും അവരുടെ കടമകളും. പിന്നെ പവേഴ്സ് ഓഫ് ദ റൂളേഴ്സ്, ജനങ്ങളുടെ കടമകളും ഉണ്ട് കേട്ടോ. റൂളേഴ്സ് അത് ആ 4 മേളിൽ എൻ്റെ മലയാളം കിടപ്പുണ്ട്, എൻ്റെ താഴെ ഇംഗ്ലീഷും കിടപ്പുണ്ട് കേട്ടോ. അത്ര ഓക്കെ ആണോ? അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ പ്രെഡിസിസേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഈ സക്സസറും പ്രെഡിസിസറും പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? സക്സസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂട്ടുക, പ്രെഡിസിസർ എന്ന് വെച്ചാൽ ഒന്ന് കുറയ്ക്കുക എന്നാണ് കേട്ടോ. തൊട്ട് മുമ്പേ ഉള്ള എന്നാ അർത്ഥം കേട്ടോ. ഇപ്പോൾ 5ൻ്റെ സക്സസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ആണ്, എന്നാൽ 5ൻ്റെ പ്രെഡിസിസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ആണ്. മനസ്സിലായോ എന്ന് പറയുന്നുള്ളൂ. ഇതിപ്പോൾ പ്രെഡിസിസർ എന്ന് കണ്ടോണ്ട് പറഞ്ഞതാണ്. പ്രെഡിസിസേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ചുരുക്കി നമുക്ക് നോട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാം വാരി വലിച്ച് പഠിക്കണ്ട കേട്ടോ. നമുക്ക് ചെറിയ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. നോക്കൂ നിങ്ങളെ, പ്രെഡിസിസേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ മുൻഗാമികൾ. ഒന്നാമത്തെ കോഡ് ഓഫ് നോക്കണേ, ഹമുറാബി. നിങ്ങളതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഹമുറാബി എന്നാണ് കേട്ടോ. ഹമുറാബിയുടെ നിയമസംഹിത. കോടെന്ന് വെച്ചാൽ ഇവിടെ നിയമസംഹിത കേട്ടോ. ഹമുറാബിയുടെ നിയമസംഹിത, കോഡ് നിയമസംഹിത. നോക്കൂ കുഞ്ഞുങ്ങളെ, ദ കോഡ് ഓഫ് ഹമുറാബി ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഇൻ ദ വേൾഡ്. ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ദ കോഡ് ഓഫ് ഹമുറാബി ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, പഴയ ലീഗൽ കോഡ് ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ ഹമുറാബി വാസ് ദ റൂളർ ഓഫ് ആൻഷ്യൻ്റ് ആരാണ്? ബാബിലോണിയ എന്നാട്ടോ. ബാബിലോണിയ എന്നാ കേട്ടോ. ബേബി എന്നാണ് നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ബാബി എന്നാണ് പക്ഷേ പറയുന്നത് കേട്ടോ. ഓരോ ടെസ്റ്റിൽ ഓരോന്ന് അടിച്ചു വെച്ചിരിക്കുന്നത്. ബേബി ലോൺ അല്ലേ, ലോണി. ഓക്കെ, ദീസ് ലീഗൽ കോഡ് എന്താ dictates that no one has the authority to violate the fundamental laws of a kingdom. ഇതാണോ നിങ്ങൾ? എൻ്റെ മലയാളം എൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. നിങ്ങൾ ഈ ഫസ്റ്റ് ഈ 2 വരി മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഈ 2 എണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന, അത് ഒരു മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹാമുറാബിയുടെ നിയമസംഹിത കേട്ടോ. അത് പഠിക്കണം. പിന്നെ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ, ഓരോ രാജ്യത്തിനും നിയമങ്ങളുണ്ട് അല്ലേ, ആ നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഏത് നിയമസംഹിതയാണ് പറഞ്ഞത്? അതാ ഹമുറാബിയുടെ കേട്ടോ. അതൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് സോഷ്യലി ചോദിക്കാം. ഒരു രാജ്യത്തിൻ്റെ, നമ്മുടെയൊക്കെ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാന നിയമങ്ങളുണ്ട്, അത് ധിക്കരിക്കാൻ ആർക്കും അവകാശമില്ല കുഞ്ഞുങ്ങളെ. ഈ നിയമസംഹിത അനുശാസിക്കുന്നു. ഏതാ? ഹമുറാബിയുടെ നിയമസംഹിത കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആണത് പ്രെഡിസിസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒന്നാമത്തെ, ഭരണഘടനയുടെ മുൻഗാമികളിലെ ഒന്നാമത്തെയാണ് കോഡ് ഓഫ് ഹാമുറാബിയുടെ നിയമസംഹിത. രണ്ടാമത്തെയാണ് മാഗ്ന കാർട്ട. കേട്ടിട്ടുണ്ടോ ഇത്? മാഗ്ന കാർട്ട. ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് വെയർ ഫെഡ് അപ്പ് വിത്ത് ദ ഓട്ടോക്രസി ഓഫ് മൊണാർക്ക് ഇൻ 1215 അല്ലേ, C1215 കോമണറെയൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? കിങ് ജോൺ വാസ് സീസ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ടു സൈൻ ദ മാഗ്ന കാർട്ട,
Carter against this autocracy. The Carter made it clear that the king and the government were not above the law. The Magna Carta is considered a milestone in the history of human rights. അപ്പം നിങ്ങൾ ഇതിനകത്തുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 വരിയാണ് സെൻറ്റൻസ് വെച്ചാണ് ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ. ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. മാഗ്ന കാർട്ട എന്നാൽ എന്താണ്, അതിൻ്റെ മലയാളം എന്താവും നിങ്ങളെ? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പ് മുട്ടിയിരുന്നു. ഈ ഇംഗ്ലണ്ടിലെ ജനങ്ങളുണ്ടല്ലോ, അവിടെയുള്ള രാജാക്കന്മാരുടെ ഏകാധിപത്യം, ഒറ്റയ്ക്കുള്ള ഏകാധിപത്യം എന്ന് വെച്ചാൽ അവരെ ഒറ്റയ്ക്ക് അല്ലേ രാജാക്കന്മാർ ഭരിക്കത്തില്ലേ. ഈ രാജാക്കന്മാരുടെ ഭരണം കൊണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ വല്ലാതെ വീർപ്പ് മുട്ടിയിരുന്നു അല്ലേ, ഇവന്മാരുടെയൊക്കെ ഓരോ ഭരണം. ഇതിനെതിരെ C 1215 ഇതിനെതിരായിട്ട് വന്ന ജോൺ രാജാവിനെ തടഞ്ഞു വെച്ചിട്ട് ജനങ്ങൾ ഒപ്പുവെച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. എളുപ്പമല്ലേ പഠിക്കാൻ? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഈ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ അങ്ങ് വീർപ്പ് മുട്ടിയിരുന്നു എന്ന് വെച്ചാൽ ഇവരുടെ ഭരണം ഇവർക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിനെതിരെ നമ്മുടെ ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങളെല്ലാം കൂടി ഒപ്പുവെച്ച ഒരു പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല. നോക്കിക്കോണേ, രാജാവും ഈ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി ഈ മാഗ്ന കാർട്ട കണക്കാക്കുന്നു. ഇതിനകത്തിൽ ഏതാണ്ട് ഈ 2 പോയിൻ്റൊക്കെ ആവും നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട. ഇതും ഈ ആദ്യത്തെ 2 കേട്ടോ. അതെങ്കിലും പഠിക്കണേ, എഴുതിയെടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. 2 പഠിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്ത അതിനകത്തിലെ ഗ്ലോറിയസ് റവല്യൂഷൻ, റൈറ്റ് പേരുകളല്ലേ. ഗ്ലോറിയസ് റവല്യൂഷൻ, മഹത്തായ വിപ്ലവം. ഇതിനെല്ലാം ഡേറ്റ് ഉണ്ട് കേട്ടോ. 1688 സി ആണ്. 1688 മഹത്തായ വിപ്ലവം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഗ്ലോറിയസ് റവല്യൂഷൻ. ദ ഓട്ടോക്രസി ഓഫ് ദ കിങ് എൻഡഡ് and the authority of the parliament increased through this revolution. The power of a monarch came under the control of a parliament. 2 വരി എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ചുരുക്കി 2 വരിയെ ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങളെ ഈ വിപ്ലവത്തിലൂടെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അങ്ങ് അവസാനിപ്പിക്കുകയും ഈ വിപ്ലവത്തിലൂടെ ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ മഹത്തായ വിപ്ലവത്തിലൂടെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം എന്ന് വെച്ചാൽ എന്താ? ഓട്ടോക്രസി കേട്ടോ, സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തു. അത് ഒരു മാർക്കിന് ചോദിക്കുന്ന കേട്ടോ, അത് ഏതാണെന്ന്. ഈ രാജാക്കന്മാരുടെ അധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി. അവസാനം രാജാക്കന്മാരുടെ എല്ലാം കൂടെ അധികാരം ആരായി? പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി. നോക്കണേ നിങ്ങളെ, അത് ഏതാണ്? ഗ്ലോറിയസ് റവല്യൂഷനാണ്. ഈ വിപ്ലവത്തിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പിന്നെ അടുത്ത ആര് കയറി? പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ ഈ അധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി അവസാനം. ഇതിനേതാ? ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അടുത്ത അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776. These declarations was able to make the people aware of their power to remove the government. It also led the framing of the world first written constitutions. ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാനുള്ള തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഈ പ്രഖ്യാപനത്തിന് കഴിഞ്ഞു. ഏതാ? അമേരിക്കൻ ഡിക്ലറേഷനിൽ അല്ലേ. ഗവൺമെൻറ്റിനോട് കളിക്കാൻ തുടങ്ങി അല്ലേ. ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാനുള്ള തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഈ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന് കഴിഞ്ഞു. ഇത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട, അതൊരു മാർക്കിൻ്റെ ചോദ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന കേട്ടോ. എഴുതപ്പെട്ട ഭരണഘടന. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ഫ്രഞ്ച് റവല്യൂഷൻ ആവും നിങ്ങളെ. ഫ്രഞ്ച് വിപ്ലവം അല്ലേ. ഫ്രഞ്ച് വിപ്ലവം ഇവിടെയാണ്, ഫ്രാൻസിനാണ് കേട്ടോ. ഫ്രാൻസിൽ ആ ഡേറ്റ് നല്ലതാ, 789 കേട്ടോ. നല്ല എളുപ്പമല്ലേ അത് പഠിക്കാൻ. അപ്പം നോക്കിക്കേ, 1789 അല്ലേ, 1789. ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ് റിവോൾട്ടഡ് റേസിംഗ് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി,
കേട്ടോ. ആ 3 വാക്കും നല്ലപോലെ നോക്കണേ. സ്ലോഗൺ ഏതാണ്? സ്ലോഗൺ എന്ന് വെച്ചാൽ എന്താ? സ്ലോഗൺ മുദ്രാവാക്യം അല്ലേ? എന്ത് മുദ്രാവാക്യമായിരുന്നു? ആരാണ് മുദ്രാവാക്യം വിളിച്ചത്? 1789 സ്വാതന്ത്ര്യം, ലിബർട്ടി, കേട്ടോ. പിന്നെ ഇക്വാളിറ്റി, സമത്വം, ഫ്രട്ടേർണിറ്റി, സാഹോദര്യം എന്ന സ്ലോഗൻ, എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, റേസിംഗ് എന്ന് വെച്ചാൽ ഉയർത്തിക്കൊണ്ട്, ഫ്രാൻസിലെ ജനങ്ങൾ നടത്തിയ ഒരു വിപ്ലവമാണ് എന്ത്? ഫ്രഞ്ച് റവല്യൂഷൻ. പിന്നെയോ ഇംഗ്ലീഷുകാർക്ക് ദേ ഫോട്ട് എഗെയിൻസ്റ്റ് ദ അൺഫെയർ റൂൾ ഓഫ് കിങ് ലൂയിസ് 14 കേട്ടോ. ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു പുസ്തകം, അതായത് ഒരു ചാപ്റ്റർ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ആവും നിങ്ങൾ കേട്ടോ. ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 CBSE ഒക്കെ പുസ്തകം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അറിയാം. 8ാം ക്ലാസ് 7ാം ക്ലാസ്സിൻ്റെ ഒക്കെ നിങ്ങൾ 6-ലല്ല ആയുള്ളൂ. 6ാം ക്ലാസ്സിനൊക്കെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ പോലെ എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട് പഠിക്കുക, ഇഷ്ടം പോലെ. അപ്പോൾ അതിനകത്തിലെ ഒരു 2 പോയിന്റുകളാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് കേട്ടോ. ലൂയിസ് 14 എന്ന് പറയുന്നൊരു കഥാപാത്രം ഇതിനകത്തിലുണ്ടെന്നും അധികാരം രാജാവിനല്ല കേട്ടോ. അധികാരം എന്ന് പറയുന്നത് അത് രാജാവിനല്ല, അത് ജനങ്ങൾക്കാണ് എന്ന തത്വം ഏതാ? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമാണ് അംഗീകാരം നൽകി. ഫ്രഞ്ച് വിപ്ലവം എന്ന് വെച്ചാൽ തത്വത്തിന് ഈ വിപ്ലവം അംഗീകാരം നൽകി. അപ്പം നമ്മളോട് ചോദിക്കുന്ന ചിലപ്പോൾ അധികാരം രാജാവിനല്ല ജനങ്ങൾക്കാണ്. അത് ഏത് വിപ്ലവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഫ്രഞ്ച് വിപ്ലവത്തിലാണ് കേട്ടോ. ഇതൊക്കെ നല്ലപോലെ എന്നറിയണേ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക്ഷീറ്റ് എന്ന്. ദ പവേഴ്സ് ഓഫ് ദ കിങ് വെയർ സബ്ജക്റ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി. ഏതാണ് അവിടെ രാജാവിൻ്റെ അധികാരം ഭരണഘടനയ്ക്ക് വിധേയമായത്? ഫ്രഞ്ച് റവല്യൂഷനാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ. ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെ ഫ്രഞ്ച് വിപ്ലവം. ദ വേൾഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? എഴുതപ്പെട്ട ഭരണഘടന ഏതാ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാ? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കേട്ടോ. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അമേരിക്കനാണ് എഴുതപ്പെട്ടത്. ഇനി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഏതാണ്? പഴക്കം ചെന്നത് ഹമുറാബിയുടെ നിയമസംഹിത തന്നെയാണ് കുഞ്ഞുങ്ങളെ. കോഡ് ഓഫ് ഹമുറായി കേട്ടോ. എഴുതപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡിക്ലറേഷനാണ് കേട്ടോ. പിന്നെ രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായത് ഫ്രഞ്ച് റവല്യൂഷനിലാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓർമ്മയോടെ ദ കിങ്സ് ഓട്ടോക്രസി എൻഡഡ് ആൻഡ് ദ പവർ ഓഫ് ദ പാർലമെൻറ്റ് ഇൻക്രീസ്ഡ്. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അങ്ങ് അവസാനിപ്പിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരവും വർദ്ധിപ്പിക്കുകയും ചെയ്ത ഏതിലാ? മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷനിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യമൊക്കെ തീർന്നു, രാജാവിൻ്റെ ഭരണമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് അല്ലേ. പാർലമെൻറ്റിൻ്റെ അധികാരം അങ്ങോട്ട് വന്നു. എവിടെ? ഗ്ലോറിയസ് റവല്യൂഷൻ, മഹത്തായ വിപ്ലവം. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല്, മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഏതാ? മാഗ്ന കാർട്ട കേട്ടോ. ഇപ്പോൾ ഇത്രയും മതി. നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഞാൻ തോന്നിയ നോട്ട് തന്നാൽ നിങ്ങൾക്ക് എഴുതിയാനും പഠിക്കാനും ബുദ്ധിമുട്ടാണ്. എല്ലാ വിഷയവും നിങ്ങൾ വേണ്ടേ പഠിക്കാൻ അല്ലേ? ഇവിടെ എഴുതാൻ തന്നെ ഞാൻ ഓരോ ദിവസവും കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പഠിക്കുന്നത് നിങ്ങളുടെ അവസ്ഥയോ. അതുകൊണ്ട് കുറേച്ചെ മതി കുഞ്ഞുങ്ങളെ. പക്ഷേ എക്സാമാണ്, കൂടുതൽ സമയം എടുത്ത് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച രീതിയൊന്നുമല്ല. ഓരോ വർഷം കഴിയുന്തോറും ക്വസ്റ്റ്യനുകളിലൊക്കെ മാറ്റമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ വരുന്നത്. അന്നേരം പിന്നെ അയ്യോ നമ്മൾ ഈ പഠിച്ചുകൊണ്ട് പോയതൊന്നും അല്ലല്ലോ വന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓരോന്നിനെക്കുറിച്ചും മനസ്സിലാക്കി വേണം കുഞ്ഞുങ്ങളെ പഠിക്കാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.